സംസ്ഥാന ESG നയത്തെക്കുറിച്ചുള്ള എഡ്കഡൻസ് അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ESG നയം ആവിഷ്കരിക്കുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യവസായ വിപ്ലവം ലോകരാജ്യങ്ങളിലെല്ലാം അനേകായിരം വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. അനേക രാജ്യങ്ങൾ പുരോഗമിച്ചു. പൊതുജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിച്ചു. അതിലൂടെ ആരോഗ്യ സംവിധാനങ്ങളായാലും ശരി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ശരി, സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിലായാലും ശരി, ഒക്കെ വ്യവസായവൽക്കരണം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. എന്നാൽ ആ വ്യവസായവൽക്കരണം കൊണ്ടുണ്ടായ പ്രതിസന്ധികളും വളരെ വലുതാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജലമലിനീകരണം, വായു മലിനീകരണം തുടങ്ങിയ നിരവധി പ്രതിസന്ധികളെയാണ് ഇന്ന് ലോകരാജ്യങ്ങൾ നേരിടുന്നത്. വികസനത്തെ ബാധിക്കാത്ത, വികസനം ഒരു രീതിയിലും പരിസ്ഥിതിയെ ദോഷം ചെയ്യാത്ത, സമൂഹത്തെ ദോഷം ചെയ്യാത്ത ഒരു നയമാണ് ESG നയമെന്ന് നമുക്ക് പൊതുവെ പറയാം. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത്, അതായത് 1947 കാലഘട്ടങ്ങളിൽ വ്യവസായവൽക്കരണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ എങ്ങനെ നേരിടുമെന്ന് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോ അതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ലോകരാജ്യങ്ങളിലെല്ലാം പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രമഫലമായും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകളും കാരണം പരിസ്ഥിതി സംരക്ഷണം ഇന്ന് ഒരു ഭരണഘടനാ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2021 കാലം മുതൽ തന്നെ പലവിധ ശ്രമങ്ങളും ESG നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് കേരളത്തിൽ ESG നയം രൂപീകരിക്കുവാൻ ഉണ്ടായത്. കേരളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വികസനത്തെ ദോഷം ചെയ്യാത്ത, ഒരു തരത്തിലും കോട്ടം ചെയ്യാത്ത ഒരു വ്യവസായ നയമാണ് കേരളത്തിന് ഇന്ന് ആവശ്യം. അത്തരത്തിൽ പരിസ്ഥിതിയെ ദോഷം ചെയ്യാത്ത, സാമൂഹ്യ സ്ഥിതിയെ ദോഷം ചെയ്യാത്ത, ഒരു ധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യവസായവൽക്കരണത്തിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2025 ESG നയം രൂപീകരിച്ചിരിക്കുന്നത്. ഈ നയത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ പ്രധാനമായും പാരിസ്ഥിതിക, സാമൂഹിക ഭരണ നിർവഹണത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെ മൂന്നായി തിരിക്കാം. പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 2040 ആകുമ്പോഴേക്കും പൂർണ്ണമായും പുനരുപയോഗ ഊർജ ഉപയോഗം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ 2050 ആകുന്നതോടുകൂടി
കാർബൺ ന്യൂട്രാലിറ്റി നമുക്ക് നേടേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ 2070 കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് ലക്ഷ്യമിടുന്നത്. അതിലും 20 വർഷം മുൻപ് തന്നെ കേരളത്തിൽ കാർബൺ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഈ സമയം കൊണ്ട് സോളാർ പാർക്കുകൾ, കാറ്റാടിപ്പാടങ്ങൾ, ജലവൈദ്യുതി നിലയങ്ങൾ, ബയോമാസ് പദ്ധതികൾ തുടങ്ങിയവയിലൂടെ ഉള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പാരിസ്ഥിതികമായ ആ ഹെഡിങ്ങിൽ ESG നയം ലക്ഷ്യമിടുന്നത്. സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യ ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന്, സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഇത് പറയുന്നതിനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്, സ്ത്രീ പങ്കാളിത്ത നിരക്ക് വ്യവസായ സ്ഥാപനങ്ങളിലെ നടത്തിപ്പിലായാലും ശരി, തൊഴിലാളികളുടെ എണ്ണത്തിലായാലും ശരി, സംരംഭകരുടെ എണ്ണത്തിലായാലും ശരി, സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ആ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ESG നയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലെ മനുഷ്യ അവകാശങ്ങളെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ ജോലി സുരക്ഷ ഉറപ്പാക്കുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ CSR ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഉപഭോക്തൃ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ശരിയായ രീതിയിൽ നടപ്പിലാക്കുക, ഉൽപ്പന്ന സുരക്ഷ നടപ്പിലാക്കുക തുടങ്ങിയവയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഗവേണൻസ് അല്ലെങ്കിൽ ഭരണനിർവഹണത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് കമ്പനികളുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുകയുമാണ്. അത് സ്വകാര്യ മേഖലാ സംരംഭങ്ങളിലായാലും ശരി, പൊതുമേഖലാ സംരംഭങ്ങളിലായാലും ശരി, മറ്റ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളായാലും ശരി, ഇത്തരത്തിലുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളിലും സുതാര്യതയും അഴിമതി രഹിതവുമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അതുപോലെ തന്നെ ESG റിപ്പോർട്ടിംഗ് നിർബന്ധമാക്കുകയാണ്. അതുപോലെ തന്നെ ധാർമ്മികത, അതായത് കമ്പനികളുടെ നടത്തിപ്പിൽ ധാർമ്മികത ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഗവേണൻസ് എന്ന ലക്ഷ്യത്തിൽ വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ 30 ആവിഷ്കരിച്ച നയത്തിൽ, ഇല്ലെങ്കിൽ നയം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഒന്ന്, നികുതി ഇളവ്, അതായത് ESG നടപ്പിലാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവുകളും സബ്സിഡികളും കുറഞ്ഞ നിരക്കിലുള്ള വായ്പയും ലഭ്യമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ DPR തയ്യാറാക്കുന്നതിന് പിന്തുണ കൊടുക്കുക, അതുപോലെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷന് പ്രാധാന്യം കൊടുക്കുക തുടങ്ങിയവയാണ് പദ്ധതികളിലെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികൾ. ESG പദ്ധതികൾക്ക് 5 വർഷത്തേക്ക് മൂലധന നിക്ഷേപത്തിന്റെ 100% റീഇംബേഴ്സ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ESG നയത്തിലെ കാതലായ ഒരു കാര്യം. 2, സ്ഥിര നിക്ഷേപ മൂലധനത്തിന് 10%, അതായത് പരമാവധി 50 ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് ലഭ്യമാക്കുക. അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾക്കും സാങ്കേതിക വിദ്യകൾക്കും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക.
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ DPR പ്രിപ്പറേഷൻ, നമുക്കറിയാം DPR പ്രിപ്പറേഷനൊക്കെ കൺസൾട്ടൻസ് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ESG നടപ്പിലാക്കുന്നതിനാവശ്യമായ DPR പ്രിപ്പറേഷന് പ്രോത്സാഹനം കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന്റെ ധനസഹായം കൊടുക്കുക, ഇല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ആ DPR തയ്യാറാക്കുന്നതിനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന മറ്റു പല ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ സ്കൂൾ, യൂണിവേഴ്സിറ്റി തലങ്ങളിലെ പാഠ്യപദ്ധതികൾ ഇത് ഉൾപ്പെടുത്തും. അതുമാത്രമല്ല, കുട്ടികളുടെ ഇടയിലായാലും ശരി, പൊതുജനങ്ങളുടെ ഇടയിലായാലും ശരി, വ്യവസായ സംരംഭങ്ങളുടെ ഇടയിലായാലും ശരി, ഒക്കെ ESGയുടെ പ്രസക്തിയെക്കുറിച്ചും ESG നയം നടപ്പിലാക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ചും ആവശ്യത്തിന് അവബോധം, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാം നടപ്പിലാക്കുക എന്നുള്ളതാണ് ESG നടപ്പിലാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന മറ്റൊരു പദ്ധതി. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം BRSR, അതായത് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ റിപ്പോർട്ടിംഗ്, ഇന്ത്യയിൽ സെബിയുടെ നേതൃത്വത്തിൽ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല ഗ്രേഡിംഗ് സംവിധാനങ്ങളുമുണ്ട്. ഉദാഹരണമായി GRI, TCFD തുടങ്ങിയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ, ഇല്ലെങ്കിൽ ഫ്രെയിംവർക്കുകളുണ്ട്. ആ ഫ്രെയിംവർക്കിനും ദേശീയ ഫ്രെയിംവർക്കിനും അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ അതുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അതുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു സംസ്ഥാന സസ്റ്റൈനബിലിറ്റി ഫ്രെയിംവർക്ക്, റിപ്പോർട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ESG നയത്തിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് പരമാവധി വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ESG അല്ലെങ്കിൽ ESG നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ നിക്ഷേപങ്ങളെ കൂടുതലായി കേരളത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഒരു നിക്ഷേപ സൗഹൃദ, അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ, ഇല്ലെങ്കിൽ ESG സൗഹൃദമായ ഒരു സംസ്ഥാനമായി വളർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിലൂടെ ഏറ്റവും നല്ല ESG നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയും അത്തരത്തിലുള്ള നിക്ഷേപകരെ ധാരാളമായി കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും ചെയ്യുക, അതിലൂടെ ഒരു വ്യവസായ വിപ്ലവത്തിന് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് ESG നയത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പല നയങ്ങളും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ നയങ്ങൾ ശരിയായ രീതിയിൽ ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ ഒരു സാഹചര്യം ESG നയത്തിന് ഉണ്ടാകുവാൻ പാടില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും തൊഴിലാളി സംഘടനകളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും കൂട്ടായ ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ ഒരു പരിസ്ഥിതി സൗഹാർദ്ദ, സാമൂഹ്യ സൗഹൃദമായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിന് വേണ്ടി കാര്യക്ഷമമായിട്ടുള്ള ഒരു ESG വ്യവസായ നയം കേരളത്തിൽ നടപ്പിലാക്കുവാൻ കഴിയത്തുള്ളൂ. അതിന് എല്ലാവരുടെയും ശ്രമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ESGയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.